ഇന്നത്തെ വാർത്താപ്പകൽ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കണ്ണൂർ പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ. വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 10 കൊല്ലം തടവും അനുഭവിക്കണം. 2.25 ലക്ഷം രൂപ പിഴയൊടുക്കണമെന്നും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. പ്രണയ പകയെ തുടർന്ന് 2022 ഒക്ടോബർ 22-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത്. വിധിയിൽ സന്തോഷമെന്ന് വിഷ്ണുപ്രിയയുടെ സഹോദരി നിറകണ്ണുകളോടെ പറഞ്ഞു. ജീവപര്യന്തം കിട്ടിയത് സന്തോഷം. ഇനിയൊന്ന് തിരിച്ചു വന്ന് കാണാനാവില്ലായിരുന്നു എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും നല്ലോണം ചെയ്തിന്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വളരെ നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു എന്ന് നടന്നത്. എന്തായാലും പ്രതിക്ക് ജീവപര്യന്തം തടവ് കിട്ടി എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സജോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN 2 കുറ്റങ്ങളാണ് ഈ നിഷ്ഠൂര കൊലയിൽ പ്രതി മാനന്തേരി സ്വദേശി ശ്യാംജിത്തിനെതിരെ തെളിഞ്ഞത്. 1 കൊലക്കുറ്റം, 2 വീടിനകത്ത് അതിക്രമിച്ച് കയറി കുറ്റകൃത്യം ചെയ്യൽ എന്നത്. അതിൽ കൊലക്കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവാണ് ശിക്ഷ. ഒപ്പം വീടിനകത്ത് അതിക്രമിച്ച് കയറൽ IPC 449 ആ വകുപ്പിന് 10 വർഷം തടവ് എന്നതാണ് ശിക്ഷ. 2 ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും എന്നതാണ് കോടതിയുടെ ഉത്തരവ്. ഒപ്പം ഈ 2 കുറ്റങ്ങളിലുമായി 2.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ ഒടുക്കണം. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം, നേരിട്ട് ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസാണ്. അതായത് കുറ്റകൃത്യം വീട്ടിനകത്ത് അതിക്രമിച്ച് കയറി ചുറ്റുക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി അതിനിഷ്ഠൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വിഷ്ണുപ്രിയ കൊല്ലപ്പെടുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കുടുംബാംഗങ്ങളൊക്കെ സമീപത്തെ വീട്ടിലൊരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. കുറ്റകൃത്യം നടത്തി പ്രതി രക്ഷപ്പെട്ടു പോയി. അതിനുശേഷമുള്ള ദൃശ്യങ്ങളും ദൃക്സാക്ഷികളുമാണുള്ളത്. അതേസമയം കൊലയാളി കുറ്റകൃത്യത്തിനായി എത്തുന്നത് വിഷ്ണുപ്രിയയുമായി ആ ഘട്ടത്തിൽ വീഡിയോ കോളിൽ സംസാരിക്കുക എന്ന സുഹൃത്ത് മാത്രമാണ് കണ്ടത്. നേരിട്ട് ദൃക്സാക്ഷി ഇല്ല എന്നതൊരു കേസിലെ പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ പ്രധാനമായും ശാസ്ത്രീയ തെളിവുകളെയും സാഹചര്യ തെളിവുകളെയും ഈ വീഡിയോ കോളിലൂടെ കണ്ട ദൃക്സാക്ഷിയുടെ മൊഴിയെയുമാണ് ആശ്രയിച്ചത്. അതിൽ തന്നെ പ്രോസിക്യൂഷന് കൃത്യമായി തന്നെ ഈ ചാർജുകൾ ഫ്രെയിം ചെയ്യാനും വിജയകരമായി കുറ്റപത്രവും വിചാരണയും ഒക്കെ നടത്താനും കഴിഞ്ഞു. വിചാരണ വേളയിൽ സാക്ഷികളെയും തെളിവുകളെയും ഒക്കെ കൃത്യമായി ഹാജരാക്കാനും കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നാടിനെ ആകെ നടുക്കിയ ഒരു കൊലയാണ്. പ്രണയം തകർന്നു, അല്ലെങ്കിൽ പ്രണയ പകയാണ് ഇത്തരമൊരു നിഷ്ഠൂരമായ കൊല ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചത്. കുറ്റകൃത്യം ചെയ്ത സമയത്തും വിചാരണ വേളയിലും ഒടുവിൽ ഈ ശിക്ഷ വിധിക്കുന്ന വേളയിലും ഏതെങ്കിലും തരത്തിൽ കുറ്റബോധം പ്രകടിപ്പിക്കാതെ പ്രതി ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂടി കാണണം. അതിൽ ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ജീവപര്യന്തം തടവ് ശിക്ഷയിലേക്കും പിഴയിലേക്കും കാര്യങ്ങൾ പോയത്. അതേസമയം പരമാവധി ശിക്ഷ എന്ന വാദമായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. പ്രോസിക്യൂട്ടർ K. അജിത് കുമാറും ഒപ്പം കുടുംബാംഗങ്ങളും പറഞ്ഞത് തൃപ്തികരമായ വിധി എന്ന നിലയ്ക്ക് തന്നെയാണ് അവർ ഇതിനെ കാണുന്നത്. ഏറ്റവും പരമാവധി ശിക്ഷ എന്നത് അത്യപൂർവമായ കേസ് എന്ന നിലയിലേക്ക് പോകണം. അത്തരം സാഹചര്യങ്ങൾ, ഗ്രൗണ്ടുകൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശ പ്രകാരം എല്ലാ കേസുകൾക്കും എപ്പോഴും ബാധകമാകണമെന്നില്ല. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച നിലയ്ക്ക് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനും, അതായത് 35 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിയെ കുറ്റകൃത്യം നടന്ന മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തു. 35 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചു. 15 മാസത്തിനകം വിചാരണയും പൂർത്തിയായി എന്ന പ്രത്യേകത കൂടി ഈ കേസിലുണ്ട്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് AV മൃദുലയാണ് കേസിൽ വിധി പറഞ്ഞത്. ഈ കേസ് ഏതായാലും നാടാകെ ശ്രദ്ധിച്ചതാണ്. പ്രണയ പക എന്നത് ധാരാളം സംഭവങ്ങളുണ്ട്. അതിൽ പെൺകുട്ടികളുടെ സ്വയം നിർണയാവകാശത്തിനുള്ള അവകാശം കൂടി ഉറപ്പാക്കേണ്ട ഒരു വിധി എന്ന നിലയ്ക്ക് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയതെന്തായാലും പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടി എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അരും കൊലയാണ് അവിടെ അരങ്ങേറിയത്. രാജേഷ് കുമാർ പറഞ്ഞു, ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ മാപ്പറകൾക്ക് കൊയ്ത്ത് കാലമായിരിക്കും. എല്ലാ ദിവസവും തമ്മിലടി വാർത്തകൾ കേൾക്കാം. നല്ല പ്രതിസന്ധി ഉണ്ടാകും. നമുക്കറിയില്ല കേട്ടോ.